മനുഷ്യനിർമ്മിതം ജാതി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ജാതി, വെണ്ടയ്ക്കയിൽ ജാതിയില്ലേ, വഴുതനങ്ങയിൽ ജാതിയില്ലേ, ഉണ്ടോ ഇല്ലയോ? പട്ടിയിൽ ജാതിയില്ലേ, പൂച്ചയിൽ ജാതിയില്ലേ? എല്ലാ പട്ടിനെയും പോലീസ് പട്ടിയാക്കുവോ? ഒരിക്കലും ഇല്ല. അത് ചില ബ്രീഡ് മാത്രമേ പോലീസിലേക്ക് പട്ടാളത്തിലേക്കൊക്കെ എടുക്കുള്ളൂ. ലോകത്തിൽ എല്ലായിടത്തും ജാതിയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഹിന്ദുവിൽ മാത്രമൊന്നും അല്ല ജാതി. തെറ്റിദ്ധാരണ പാടില്ല. ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ അരുത്. ഒന്നിന്റെ പേരിലും ഉച്ചനീചത്വങ്ങൾ അരുത്. ഇല്ലെന്ന് പറഞ്ഞൂടാ. ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാനൊരു ശുദ്ധമായ ഗീർ പശുവെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ആ പശുവിൽ ഇവിടെ മറ്റൊരു കാളയുടെ ബീജം കുത്തിവെച്ചുണ്ടായ കുട്ടി ശുദ്ധ ഗീർ ആയിരിക്കില്ല. എന്നാൽ ഒരു പശുവിൽ ശുദ്ധ ഗീറിന്റെ ബീജം കുത്തിവെച്ച് ഉണ്ടാവുന്ന പശുവിൽ വീണ്ടും ശുദ്ധ ഗീറിൻ്റെത് കുത്തിവെച്ച് വീണ്ടും ശുദ്ധ ഗീറിൻ്റെത് കുത്തിവെച്ച് അങ്ങനെ 7 തലമുറ കഴിഞ്ഞാൽ ശുദ്ധ ഗീറാവും. അത് അല്ലെങ്കിൽ ആവില്ല. അതുകൊണ്ട് മനുഷ്യ സമൂഹം അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ഇവിടെ ആയാലും അറേബ്യയിലായാലും അടിസ്ഥാനപരമായി മനുഷ്യൻ ഒന്നാണെങ്കിലും മനുഷ്യന് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല. പരസ്പര ആദരവ് പൂർവം സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെ ഒരുപോലെ കാണാനുള്ള കഴിവ് നമുക്കുണ്ടാവുക. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുക. അതേ നമുക്ക് പറയാൻ കഴിയൂ. അഭിപ്രായ യോജിപ്പുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം. ഇത് വ്യക്തിപരമായ മറുപടിയാണ്. ഇത് മാർഗദർശക മണ്ഡലത്തിന്റെ മറുപടിയല്ല. ഇത് ചിദാനന്ദപുരി സ്വാമിയുടെ മറുപടിയാണ്.